നല്ല എരിവോട് കൂടിയിട്ടുള്ള ഉള്ളി ചമ്മന്തിയും ചക്കരക്കിഴങ്ങും സുലൈമാനിയും കൂടെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ ചക്കരക്കിഴങ്ങ് എന്നാണ് ഇതിന് പറയുക, മധുരക്കിഴങ്ങെന്നും പറയും. പല സ്ഥലത്തും പല പേരുകളല്ലേ. മധുരമുള്ള കിഴങ്ങാണെന്നുണ്ടെങ്കിലും ഇതിലേക്ക് ചമ്മന്തിയൊക്കെ കൂട്ടി കഴിക്കാനാണ് കൂടുതൽ രസമല്ലേ. അപ്പോൾ നമുക്ക് ഇനി ചക്കരക്കിഴങ്ങ് എങ്ങനെയാണ് പുഴുങ്ങിയെടുക്കണമെന്ന് നോക്കാം. ഇത് വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് പുഴുങ്ങിയെടുക്കുകയും ചെയ്യാം, ഇതേപോലെ നമുക്ക് ആവി കയറ്റിയിട്ട് പുഴുങ്ങിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ അതൊക്കെ പുഴുങ്ങാനായിട്ട് വെക്കുന്നുണ്ട്. എന്നിട്ടൊരു 10-15 മിനിറ്റ്, അതിൽ കൂടുതലൊന്നും ആവശ്യം വരില്ല കേട്ടോ. അപ്പോൾ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ കിഴങ്ങ് വേകുമ്പോഴത്തേക്കും നമുക്കിതിലേക്കുള്ള ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ചുവന്നുള്ളി ഒരു 2 പിടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് പുളി, ഒരു നെല്ലിക്ക വലുപ്പത്തോളം പുളി എടുത്തിട്ടുണ്ട്. പിന്നെ 6 പച്ചമുളക് ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടിട്ടുണ്ട്. കുറച്ച് വേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒരു 3 വെളുത്തുള്ളി അല്ലി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് കറക്കി എടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഒന്ന് ക്രഷ് ചെയ്തെടുത്താലാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് തോന്നുക കേട്ടോ. പക്ഷേ കുട്ടികൾ ഇവിടെ അങ്ങനെ മാറ്റി വെക്കും അത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് നന്നായി ഒന്ന് അരച്ചെടുത്തതാണ്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ സൂപ്പർ ടേസ്റ്റോടുള്ള ചമ്മന്തി റെഡിയാണ് കേട്ടോ. പിന്നെ ചോറിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ചമ്മന്തിയാണ്. ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കിയെടുക്കുന്നതാണെന്നറിയാം. എങ്കിൽ കൂടെ ചക്കരക്കിഴങ്ങിലേക്ക് ഇതേപോലെ കൂട്ടി കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വേവിക്കാനായിട്ട് വെച്ചിട്ടുള്ള ചക്കരക്കിഴങ്ങ് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം നമുക്ക് ഇത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നന്നായി വെന്താൽ നമുക്ക് ഫോർക്കൈറ്റോ കുത്തി നോക്കിക്കഴിഞ്ഞാൽ നന്നായി അങ്ങനെ താഴ്ന്നു പോകും, കണ്ടില്ലേ, ഇതേപോലെ ആയി കിട്ടും. അപ്പോൾ വെള്ളത്തിലിട്ടിട്ട് പുഴുങ്ങണേക്കാളും നല്ലത് ഇതേപോലെ ആവി കയറ്റി എടുക്കുകയാണ് കേട്ടോ. വെള്ളത്തിലിട്ട് പുഴുങ്ങിക്കഴിഞ്ഞാൽ കുറച്ചൊരു ഉപ്പ് രസമൊക്കെ ഉണ്ടാവും. പിന്നെ ഇതാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തെടുത്താൽ ആവി കയറ്റി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പോഷകഗുണങ്ങളൊന്നും നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും, മധുരം പോവാതെ നമുക്ക് കഴിക്കാൻ പറ്റുകയും ചെയ്യും.